ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെടിച്ചട്ടിയാണ്. സാധാരണ ചാക്ക് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ അല്ല കേട്ടോ, അല്ലാത്ത ചാക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചാക്ക് നമ്മൾ 3 ഈക്വൽ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ചാക്ക് 2 സൈഡും മുറിച്ചിട്ട് ഈക്വൽ പീസാക്കുക. ഇതുപോലെ 3 പീസാക്കിയിട്ട് നമ്മൾ എടുക്കണം. പിന്നെ വേണ്ടത് മീഡിയം സൈസ് ബക്കറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ 3 ബക്കറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം കുറച്ച് ഹൈറ്റിൽ വേണം അത് ഉണ്ടാക്കാനായിട്ട്, ബക്കറ്റ് വെക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ കട്ട വെച്ചിട്ടാണ് ഹൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ടേബിളോ അല്ലെങ്കിൽ സ്റ്റൂളൊക്കെ വെച്ചിട്ട് ഹൈറ്റിൽ നമുക്ക് ബക്കറ്റ് വെച്ച് കൊടുക്കാം. ഇനി അതിനുശേഷം നമ്മൾ ഈ മുറിച്ച് വെച്ച ചാക്ക് നന്നായി വെള്ളത്തിലിട്ടിട്ട് മുക്കി നനച്ചെടുക്കാം. പിന്നെ വേണ്ടത് സിമൻ്റാണ്. അതൊരു കപ്പ് കറക്റ്റായിട്ട് എടുക്കണം. എന്നിട്ട് നന്നായിട്ട് തരിച്ചെടുക്കണം. കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചിട്ട് നന്നായിട്ട് തരിച്ചെടുക്കാം. പിന്നെ ഒരു കപ്പ് സിമെൻറ്റിന് 1/4 കപ്പ് വെള്ളം കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറുന്നനാക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് കുറുന്നനായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ നനയ്ക്കാൻ വെച്ചിരുന്ന ചാക്കുണ്ടല്ലോ, അത് നമ്മൾ ഈ സിമെൻറ്റിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചാക്ക് ഫുള്ളായിട്ട് സിമെൻറ്റിൽ മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് വയ്ക്കണം. ഇതുപോലെ കുഴച്ചെടുക്കാം. നമ്മൾ ബക്കറ്റിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിന് ചെറിയ നമ്മളൊരു ഡിസൈന് പോലെ കുഞ്ഞു ഞെറികൾ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ തന്നെ ഞെറിയിട്ടാൽ അത് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഞ്ഞു ഞെറികൾ ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. കാരണം അടിഭാഗം നന്നായിട്ട് കട്ടി വേണം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. പിന്നെ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി, വെള്ളം പോകാനുള്ളൊരു ഹോൾ ഇടണം. നമ്മൾ താഴെ നമുക്കറിയാമല്ലോ, ചെടിച്ചട്ടിയുടെ താഴെ ഒരു ഹോൾ ഇടണം. അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒരു കത്തിരി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ചാക്കിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് സിമെൻറ്റ് എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ വീണ്ടും ചാക്ക് നന്നായിട്ട് ഇതിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ബക്കറ്റിൻ്റെ മുകളിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഞെറിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞെറിയൊക്കെ നമ്മളിപ്പോൾ തന്നെ ശരിയായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പിന്നീട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല.
പിന്നെ ബാക്കി വരുന്ന സിമൻറ്റ് അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് അടിഭാഗം നന്നായിട്ട് കട്ടിയായി വരാൻ വേണ്ടിയിട്ട് മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ദിവസം നന്നായിട്ട് ചെടിച്ചട്ടി നനച്ചു കൊടുക്കണം. നമ്മൾ ചെടിക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കുറച്ച് സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആവശ്യത്തിന് 1/4 കപ്പ് സിമൻറ്റ് എടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചാക്ക് കാണാൻ സാധിക്കില്ല, അത് ചാക്ക് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനും പറ്റില്ല. അതാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ദിവസം നമ്മൾ ഈ ബക്കറ്റിൻ്റെ മുകളിലായിട്ടാണല്ലോ ഇത് വെച്ചിട്ടുള്ളത്. ബക്കറ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ സിമൻ്റ് എല്ലാം നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഈ തൂങ്ങി നിൽക്കുന്ന ചാക്കിൻ്റെ നൂലുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് വെട്ടിക്കളയാം. ഇനി പുറത്ത് തേച്ച് പിടിപ്പിച്ച പോലെ ഉള്ളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സിമൻറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് എൻസാൻഡ് വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് തേച്ച് പിടിപ്പിക്കാം. നാലാമത്തെ ദിവസം പുറത്ത് അകത്തൊക്കെ തേച്ചതൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വെള്ളം നിറച്ച് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഈ ഒരു ചട്ടി നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്താലും നന്നായിട്ട് ഇത് ഉറച്ച് കിട്ടും. നമ്മൾ 2 ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് വൈറ്റ് സിമൻറ്റ് അടിക്കുന്നത്. അതായത് ഡേ 5 നമ്മൾ വൈറ്റ് സിമൻറ്റ് അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാക്കറ്റിൻ്റെ പകുതി പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ തോതിലൊന്ന് നനച്ചിട്ട് വേണം വൈറ്റ് സിമൻറ്റ് അടിക്കാൻ കേട്ടോ. എന്നിട്ട് 2 തവണയായിട്ട് ഇങ്ങനെ നനച്ചു കൊടുക്കണം. 2 തവണയായിട്ട് നനച്ചു കൊടുക്കാം. നമ്മൾ പെയിൻറ്റ് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പെയിൻറ്റ് ഇതാണ്, ഈ റെഡ് കളറാണ്. ഇതിൽ നമ്മൾ ടർപ്പൻറ്റൈൻ മിക്സ് ചെയ്യണം.
അതാണിത്. നമ്മൾ ഈ പറഞ്ഞത് ഈ റെഡ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയത് ഈ ഒരു റെഡാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് കിട്ടിയത് തന്നെ കുഴപ്പമൊന്നുമില്ല, ഭാഗ്യമാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് വെയിലത്ത് കൊണ്ടുപോയിട്ട് വെക്കാം. പിറ്റേ ദിവസം നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് കോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഇനി നമ്മൾ ഫൈനലി നമ്മളിതിൽ മണ്ണ് നിറച്ചിട്ട് ചെടികളൊക്കെ വെക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ചെടികൾ വെക്കാൻ. പകുതിയോളം മണ്ണ് നിറച്ചിട്ടാണ് നമ്മൾ ചെടി വെക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് റോസാണ്. പിന്നെ നമ്മളെ വീട്ടിലുള്ള ചെടികളൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ വീട്ടിൽ നിന്ന് റീപ്ലാന്റ് ചെയ്യണം. നമുക്കിപ്പോൾ ചെടികളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ചെടികളൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വെക്കണം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ പുറത്ത് പോയിട്ട് വാങ്ങാനുള്ള ഒരു ഇതുണ്ടാവില്ല. നമുക്ക് പൈസ ഇല്ലെങ്കിലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.